കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ കുടിവെള്ളം പോലും കിട്ടാതെ യാത്രക്കാർ വലയുന്നു. ടെൻഡർ കാലാവധി തീർന്നതിനെ തുടർന്ന് മുഴുവൻ സ്റ്റാളുകളും എടുത്തു കളഞ്ഞതാണ് യാത്രക്കാർക്ക് ദുരിതമായത്. ഒരു സമയത്തും സ്റ്റാൾ നിന്നു പോകരുതെന്ന് വ്യവസ്ഥയുണ്ടെങ്കിലും അധികൃതർ കരാർ പുതുക്കി നൽകുവാൻ ശ്രദ്ധിക്കാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായത്. ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം. ഗോൾഡ് കിങ്, ദി ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. ഗോൾഡ് കിങ്, മെയിൻ ജംഗ്ഷൻ, ഉപ്പള. ബ്രാഞ്ചസ് ഹൊസങ്കടി, കുമ്പള, കർണാടക, മുടിപ്പു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റാളുകൾ അടച്ചുപൂട്ടിയതോടെ യാത്രക്കാർ ദുരിതത്തിൽ. ടെൻഡർ കാലാവധി തീർന്നതിനെ തുടർന്നാണ് സ്റ്റേഷനിലെ മുഴുവൻ സ്റ്റാളുകളും എടുത്തുകളഞ്ഞിരിക്കുന്നത്. കാറ്ററിംഗ് സ്റ്റാൾ, മൾട്ടിപർപ്പസ് സ്റ്റേഷനറി സ്റ്റാൾ, സിംഗിൾ ടീ സ്റ്റാൾ തുടങ്ങിയവയുടെ കരാർ 1 വർഷം 2 വർഷം തുടങ്ങിയ കാലാവധിയിലാണ് കൊടുക്കുക. ഓരോന്നിൻ്റെയും കാലാവധി തീരുന്നതിന് 1 മാസം മുൻപെങ്കിലും പുതിയതിനുള്ള ടെൻഡർ ക്ഷണിക്കുകയും സ്റ്റാർട്ട് ചെയ്യേണ്ട നടപടി സ്വീകരിക്കേണ്ടതുമാണെന്നാണ് റെയിൽവേ ചട്ടം. പക്ഷേ അധികൃതർ ഇക്കാര്യം ശ്രദ്ധിച്ചില്ല എന്നാണ് പരാതി. പാലക്കാട് ഡിവിഷനാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. ഒരു സമയത്തും സ്റ്റാൾ നിന്നുപോകരുതെന്ന വ്യവസ്ഥയുമുണ്ട്. വാണിജ്യ വകുപ്പാണ് ഇക്കാര്യങ്ങളുടെ ചുമതല നിർവഹിക്കേണ്ടത്. ഓരോ സ്റ്റാളിൻ്റെയും കാലാവധി സമയം കമ്പ്യൂട്ടറിൽ ഡാറ്റയായുണ്ട്. എന്നിട്ടും ഇങ്ങനെയൊരു അലംഭാവമുണ്ടായത് കടുത്ത അനാസ്ഥയായാണ് വിലയിരുത്തപ്പെടുന്നത്. സ്റ്റാളുകൾ അടച്ചുപൂട്ടി യാത്രക്കാർക്ക് ദുരിതം സൃഷ്ടിച്ചതിനെതിരെ വെയ്ക്ക് കൂട്ടായ്മ പ്രസിഡന്റ് അഷ്റഫ്, അഡ്വക്കേറ്റ് അനസ് ഷംനാട് മുഖേന നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിക്കുകയും റെയിൽവേക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. യാത്രക്കാരുടെ ദുരിതമകറ്റുവാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടലുണ്ടാകണമെന്ന് കാസർഗോഡ് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി നാസർ ചെർക്കളം ആവശ്യപ്പെട്ടു. കാസർഗോഡ് റെയിൽവേ പാസഞ്ചേഴ്സിനോട് പാലക്കാട് ഡിവിഷൻ കാണിക്കുന്ന പുച്ഛ മനോഭാവത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ക്യാൻറ്റീൻ അടച്ചിട്ട് 2 വർഷത്തിൽ കൂടുതലായി. അതുപോലെ തന്നെ ടീ സ്റ്റാള്, റിഫ്രഷ്മെൻറ്റ് സ്റ്റാളുകൾ, മൾട്ടിപർപ്പസ് സ്റ്റാളുകൾ, ഇതൊന്നുമില്ല. ഇപ്പം കാസർഗോഡ് നിന്ന് പുറപ്പെടുന്ന യാത്രക്കാർക്ക് അല്ലെങ്കിൽ ഇവിടെ എത്തുന്ന യാത്രക്കാർക്ക് പച്ചവെള്ളം പോലും കുടിക്കാനുള്ള സംവിധാനമില്ല. എറണാകുളം വെൽഫെയർ അസോസിയേഷൻ, എറണാകുളം കാസർഗോഡ് വെൽഫെയർ അസോസിയേഷൻ വെയ്ക്ക് എന്നുള്ളൊരു സംഘടന ഹൈക്കോടതിയിൽ സംബന്ധിച്ച് ഒരു ഹർജി നൽകി. അതിൻ്റെ നോട്ടീസ് അയച്ചിട്ടില്ല. റെയിൽവേക്ക് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ആ വിശദീകരണം ചോദിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് മംഗലാപുരത്ത് നിന്ന് ടെമ്പററി പ്രൊവിഷനായിട്ട് 2 ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്. അവർ വെള്ളവും ചായയും ഇവിടെ ഇന്ന് മുതൽ സപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും വരുന്ന ഡിസംബർ 4 മുതൽ ഒരു സ്റ്റാൾ പ്രവർത്തിക്കുമെന്ന് പറയുന്നു. പക്ഷേ കൃത്യതയില്ല. കാസർഗോഡിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് 1 സ്റ്റേഷൻ 1 പ്രൊഡക്റ്റ് എന്നുള്ള ഒരു സ്റ്റാൾ മാത്രം. അതിൽ 50 രൂപയിൽ കൂടുതൽ ഉള്ള പ്രൊഡക്ട്സ് മാത്രമേ ഉള്ളൂ. വെള്ളം അവിടെ ലഭ്യമല്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡുകാർക്ക് ഇന്ന് ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ, അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ കുടിവെള്ളം കിട്ടാനുള്ള യാതൊരുവിധ സംവിധാനവും ഇല്ല. ഇവിടെ റെസ്റ്റോറൻറ്റ് വലിയ തുകക്ക്, അതുപോലെ തന്നെ ഈ സ്റ്റാളുകൾ, ഈ പറഞ്ഞ ക്യാൻറ്റീൻ ആണെങ്കിലും റിഫ്രഷ്മെൻറ്റ് സ്റ്റാൾ ആണെന്നുണ്ടെങ്കിലും മൾട്ടിപർപ്പസ് സ്റ്റാളുകളാണെന്നുണ്ടെങ്കിലും വലിയ തുകക്കാണ് വാടക റെയിൽവേ ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് ടെൻഡർ എടുക്കാൻ ആളുകൾ വളരെ കുറയുന്നു എന്നുള്ളൊരു പരാതിയും ഇവിടെ പണ്ട് മുതലേ ഉണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 വർഷമായി ഇവിടുത്തെ വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്, ക്യാൻറ്റീൻ ഓപ്പൺ അല്ല. അതിപ്പോൾ പുതിയൊരു ടെൻഡർ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. എന്നാൽ പുതിയ വർക്കിനെ സംബന്ധിച്ച് ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ അത് ഓപ്പൺ ചെയ്തിട്ടുമില്ല. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് കാസർഗോഡ്. 24.53 കോടി രൂപയുടെ നവീകരണ പ്രവൃത്തികൾ സ്റ്റേഷനിൽ പുരോഗമിച്ചു വരുന്നുണ്ട്. പ്രവൃത്തിയുടെ ഭാഗമായി ഇരിപ്പിടങ്ങൾ മാറ്റിയതും പൊടിശല്യവും വാഹന പാർക്കിങ്ങിനുള്ള അസൗകര്യവുമെല്ലാം യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായുള്ള പരാതിയുമുണ്ട്. 2023 ആഗസ്റ്റിൽ ഉദ്ഘാടനം ചെയ്ത നിർമ്മാണ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുകയാണെന്ന ആക്ഷേപവും ശക്തമാണ്. ഒരു ഭാഗത്ത് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. മറുഭാഗത്താകട്ടെ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർക്ക് കുടിക്കുവാൻ ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാത്ത അവസ്ഥയാണ്. വികസന കാര്യത്തിൽ മുന്നോട്ടു പോകുമ്പോഴും കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ പരാധീനതകൾ ഏറെയാണ്. ക്യാമറാമാൻ ചേതൻ നായിക്കിനൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്.